സോ നമുക്ക് കുറേ ഫിഗേഴ്സ് തന്നിട്ട് അതിൽ നിന്ന് ബാലൻസ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, കറണ്ട് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്, റിസർവ്സ് തന്നിട്ടുണ്ട്, ബിൽസ് പേയബിൾ തന്നിട്ടുണ്ട്, ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ കുട്ടികൾ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്തൊക്കെ ഫിഗേഴ്സാണ് ഫൈൻഡ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതായിട്ട് വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന റേഷ്യോസിൻ്റെ നേരെ അവരെന്ത് ചെയ്യുക, ആ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതുക. സോ നമുക്ക് ആ ഫോർമുലയിലുള്ള ഏതെങ്കിലുമൊക്കെ ഫിഗേഴ്സ് ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഏതൊക്കെ റേഷ്യോസാണ് തന്നിരിക്കുന്നത്? കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്, ആസിഡ് ടെസ്റ്റ് റേഷ്യോ തന്നിട്ടുണ്ട്, ഫിക്സ്ഡ് അസറ്റ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്, പിന്നെ റേഷ്യോ ഫിക്സ്ഡ് അസറ്റ് ടു കറണ്ട് അസറ്റ് റേഷ്യോയും തന്നിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ റേഷ്യോയുടെയും ഇക്വേഷൻസ് ഫസ്റ്റ് എടുത്തെഴുതുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഫിഗേഴ്സാണ് ഫൈൻഡ് ചെയ്യുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ ഫൈൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തെങ്കിലും എക്സ്ട്രാ ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ടോ. ഇവിടെ നോക്കുന്ന കേസിൽ നമുക്ക് എക്സ്ട്രാ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. ദ കറണ്ട് അസറ്റ് ഓഫ് ദ ഫേം കൺസിസ്റ്റ് ഓഫ് ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക് ആൻഡ് ക്യാഷ് അല്ലേ. അതായത് കമ്പനിയിലെ കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സും സ്റ്റോക്കും ക്യാഷും കൂടി ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. പിന്നെ പറഞ്ഞിരിക്കുന്നു ദ ഫേം ഡസ് നോട്ട് ഹാവ് എനി ലോങ് ടേം ലയബിലിറ്റി. ഫേമിന് എന്തില്ല, ഒരു ലോങ് ടേം ലയബിലിറ്റീസ് ഇല്ല. സോ കറണ്ട് ലയബിലിറ്റീസ് മാത്രമേ കമ്പനിക്ക് ഉള്ളൂ. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതിലേക്ക് കടക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ തന്ന ഫിഗേഴ്സൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയാണ് തന്നേക്കുന്നത്? കറണ്ട് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട് 1 lakh. കറണ്ട് ലയബിലിറ്റീസ് 1 lakh. കറണ്ട് ലയബിലിറ്റീസ് 1 lakh. പിന്നെ പറഞ്ഞേക്കുന്നത് റിസർവ് തന്നിട്ടുണ്ട്. റിസർവ് പറഞ്ഞേക്കുന്നത് എത്രയാണ്? റിസർവ്സ് ആൻഡ് സർപ്ലസ് 50,000. ബിൽസ് പേയബിൾ പറഞ്ഞിട്ടുണ്ട്. ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് 40,000. നെക്സ്റ്റ് പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡെപ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട് 35,000. ഡെപ്റ്റേഴ്സ് 35,000. പിന്നെ എന്താ തന്നിരിക്കുന്നത്? 35,000. ഇത്രയും തന്നതിന് ശേഷം നമുക്ക് കുറച്ച് റേഷ്യോസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ആദ്യമേ നമുക്ക് കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാം ഇത് വെച്ചിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് അല്ലേ. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഈ റേഷ്യോയുടെ ഫിഗേഴ്സ് തന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഈ കറണ്ട് റേഷ്യോയുടെ ഫോർമുല എഴുതി വെക്കുക. കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി അല്ലേ. അത് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? 1.75 അല്ലേ. നെക്സ്റ്റ് തന്നിരിക്കുന്നത് എന്തിൻ്റെ ഡീറ്റെയിൽസ് ആണ്? നെക്സ്റ്റ് തന്നിരിക്കുന്നത് ആസിഡ് ടെസ്റ്റ് റേഷ്യോ ആണ്. ആസിഡ് ടെസ്റ്റ് റേഷ്യോ ഈ ആസിഡ് ടെസ്റ്റ് റേഷ്യോ തന്നെയാണ് എന്ത്? നേരത്തെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആസിഡ് ടെസ്റ്റ് റേഷ്യോ തന്നെയാണ് നമ്മുടെ ക്വിക്ക് റേഷ്യോയും അതുപോലെ തന്നെ ലിക്വിഡ് റേഷ്യോയും അല്ലേ. സോ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരു പക്ഷേ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്നായിരിക്കും തന്നിരിക്കുന്നത്. അപ്പം തന്നെ മനസ്സിലാക്കാതെ എന്താണ്, ലിക്വിഡ് റേഷ്യോ ആണ്. സോ ലിക്വിഡ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ലിക്വിഡ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ്. ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ്. അതും ഇവിടെ എമൗണ്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? 1.15. ഓക്കെ, നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത്, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫിക്സ്ഡ് അസറ്റ്സ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ആണ് അല്ലേ. ഫിക്സ്ഡ് അസറ്റ്സ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്. ഫിക്സ്ഡ് അസറ്റ്സ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്.
അത് തന്നേക്കുന്നത് 75 എന്നാണ്, 75.75. ഓക്കെ, സോ നമുക്ക് ഫിക്സ്ഡ് അസറ്റ് ടു കറണ്ട് അസറ്റ് അല്ലേ, ഫിക്സ്ഡ് അസറ്റ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്ന് പറയുന്നതിൻ്റെ ഫോർമുല എന്താണ്? ഫിക്സ്ഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ഫിക്സ്ഡ് അസറ്റ് ഡിവൈഡഡ് ബൈ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് തന്നേക്കുന്നത് റേഷ്യോ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ടു കറണ്ട് അസറ്റ്. റേഷ്യോ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ടു കറണ്ട് അസറ്റ്. റേഷ്യോ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ടു കറണ്ട് അസറ്റ്. എന്താണ് റേഷ്യോ ഫിക്സ്ഡ് അസറ്റ് ടു കറണ്ട് അസറ്റ്? എന്താണ് ഫോർമുല? ഫിക്സ്ഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് അസറ്റ്. ഫിക്സ്ഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് അസറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. പിന്നെ പറഞ്ഞിട്ടുണ്ട് കറണ്ട് അസറ്റ്, കമ്പനിയിലെ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സും സ്റ്റോക്കും ക്യാഷും ഇതിൻ്റെ ടോട്ടലാണ്. അതുപോലെ തന്നെ ഫേമിന് ലോങ് ടേം ലയബിലിറ്റീസ് ഒന്നും ഇല്ല എന്നും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഇല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കറണ്ട് അസറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം, കറണ്ട് ലയബിലിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കണം, ലിക്വിഡ് അസറ്റ് എത്രയുണ്ടെന്ന് ഫൈൻഡ് ചെയ്യണം, അതുപോലെ ഫിക്സ്ഡ് അസറ്റ് എത്രയുണ്ടെന്ന് ഫൈൻഡ് ചെയ്യണം, പ്രൊപ്രൈറ്റേഴ്സിൻ്റെ ഫണ്ട് എത്രയുണ്ടെന്ന് ഫൈൻഡ് ചെയ്യണം. ആദ്യമേ കറണ്ട് റേഷ്യോ ഫൈൻഡ് ചെയ്യാം. കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഇതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ. സോ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കാം? കറണ്ട് അസറ്റ് എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യാം ഇല്ലേ. കറണ്ട് റേഷ്യോ നമുക്ക് ക്വസ്റ്റ്യനിൽ എത്രയാണ് തന്നിരിക്കുന്നത്? 1.75 ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റിയും ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. എത്രയാണ്? 1 lakh അല്ലേ. സോ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ഫൈൻഡ് ചെയ്യാം? കറണ്ട് അസറ്റ് എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു 1.75 into 1 lakh. അതാണ് എന്ത്? കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ബിക്കം ₹1,75,000. അപ്പോൾ നമുക്ക് കറണ്ട് അസറ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിൽ നിന്ന് നമുക്ക് ലിക്വിഡ് അസറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റ് എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യാം. വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്മൾ ലിക്വിഡ് അസറ്റ് ആണ്. സോ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? കറണ്ട് അസറ്റ് എത്രയാണെന്ന് ഫൈൻഡ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഈ റേഷ്യോ യൂസ് ചെയ്തിട്ട് ലിക്വിഡ് അസറ്റ് എത്രയുണ്ടെന്ന് ഫൈൻഡ് ചെയ്യുന്നു. ലിക്വിഡ് അസറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഓക്കെ, ലിക്വിഡ് അസറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ഫൈൻഡ് ചെയ്യണം. എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യണം. സോ നമുക്ക് റേഷ്യോസ് തന്നിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള ലിക്വിഡ് റേഷ്യോ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ തന്നിട്ടുണ്ട്. അതെത്രയാണ്? 1.15 എന്ന് പറയുന്നത് ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ്. സോ നമുക്ക് ലിക്വിഡ് അസറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? ലിക്വിഡ് അസറ്റ് ഈസ് ഈക്വൽ ടു ആസിഡ് ടെസ്റ്റ് റേഷ്യോ 1.15 into കറണ്ട് ലയബിലിറ്റീസ്. എത്രയാണ് കറണ്ട് ലയബിലിറ്റീസ്? 1 lakh. സോ നമുക്ക് ലിക്വിഡ് അസറ്റ് കിട്ടും. അതായത് 1.15 into 1 lakh എത്രയാണ്? 1,15,000. ഓക്കെ, നമ്മൾ അതുവരെ കണ്ടുപിടിച്ചു. ലിക്വിഡ് അസറ്റ് വരെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ലിക്വിഡ് അസറ്റ് കണ്ടുപിടിച്ചാൽ, സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഈ ക്വസ്റ്റ്യനിലൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ലിക്വിഡ് അസറ്റിൻ്റെ റേഷ്യോ തരുന്നത് തന്നെ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്?
സ്റ്റോക്ക് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ മൂന്നാമത്തെ കാര്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി. സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി. സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് കറണ്ട് അസറ്റിൽ നിന്നും ലിക്വിഡ് അസറ്റ് മൈനസ് ചെയ്യുന്നതാണ്. കറണ്ട് അസറ്റിൽ നിന്നും ലിക്വിഡ് അസറ്റ് മൈനസ് ചെയ്യുന്നതാണ്. ഇവിടെ എത്രയാണ് നമ്മൾ കറണ്ട് അസറ്റ് ഫൈൻഡ് ചെയ്തത്? 1,75,000 മൈനസ് ലിക്വിഡ് അസറ്റ് എത്രയാണ്? 1,15,000. സോ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ₹60,000. സോ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ഒരു ഐറ്റം കണ്ടുപിടിച്ചു, അതാണ് സ്റ്റോക്ക്. ഈ രണ്ടെണ്ണം നമുക്ക് തന്നിരുന്നത് ഈ സ്റ്റോക്കിന്റെ എമൗണ്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് എന്താണ്? ഇതിൻ്റെ ഉള്ളിൽ നോക്കാം. ഓക്കെ, നമ്മളിനി ഫിക്സ്ഡ് അസറ്റ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. നെക്സ്റ്റ് ഫോർമുലയിൽ ഫിക്സ്ഡ് അസറ്റ് ഉണ്ട്. അതായത് ഫിക്സ്ഡ് അസറ്റ്സ് ടു പ്രൊപ്രൈറ്ററീസ് ഫണ്ട് ആണ് പറഞ്ഞിരിക്കുന്നത് ഫിക്സ്ഡ് അസറ്റ് ഫൈൻഡ് ചെയ്യണമെന്ന്. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ രണ്ടെണ്ണം, അതായത് നമ്മുടെ കയ്യിൽ ഫിക്സ്ഡ് അസറ്റും ഇല്ല, പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടിൻ്റെ എമൗണ്ടും ഇല്ല. സോ നമുക്ക് വേറെ ഒന്നും ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അതേസമയം നമുക്ക് റേഷ്യോ ഫിക്സ്ഡ് അസറ്റ് ടു കറണ്ട് അസറ്റ് തന്നിട്ടുണ്ട് 3. അതായത് ഫിക്സ്ഡ് അസറ്റ് ഇങ്ങനെ തരികയാണെങ്കിൽ നമുക്ക് ഫിക്സ്ഡ് അസറ്റ് മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. സോ ഈ ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് ഫിക്സ്ഡ് അസറ്റ് ഫൈൻഡ് ചെയ്യാം. ഓക്കെ ഓക്കെ സോ നമ്മൾ രണ്ടാമത്തെ ഫോർമുല എടുക്കുകയാണ്. ഓക്കെ സോ നമ്മൾ രണ്ടാമത്തെ ഫോർമുല എടുക്കുകയാണ്. ദാറ്റ് ഈസ് നമ്മൾ ഫിക്സ്ഡ് അസറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഫിക്സ്ഡ് അസറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫിക്സ്ഡ് അസറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ആ ഫോർമുല എടുത്ത് എഴുതാം. റേഷ്യോ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ടു കറണ്ട് അസറ്റ്. അതിന് ഫോർമുല കൊടുത്തിട്ടുണ്ട്. റേഷ്യോ 3 ആണ്. 3 ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് അസറ്റ്. സോ എത്രയാണ്? 3 ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് അസറ്റ് നമുക്കറിയില്ല, ഡിവൈഡഡ് ബൈ കറണ്ട് അസറ്റ്. സോ നമുക്ക് എന്ത് ചെയ്യാം? therefore ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫിക്സ്ഡ് അസറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 3 ഇൻറ്റു കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 1,75,000. ഓക്കെ, 3 ഇൻറ്റു 1,75,000. 3 ഇൻറ്റു 1,75,000 എത്രയാണ്? 5,25,000. ഓക്കെ, നമുക്ക് അതുവരെ കിട്ടി. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും, കാരണം നമ്മുടെ അടുത്ത് ഈ റേഷ്യോ ഉണ്ട്. അതായത് ഫിക്സ്ഡ് അസറ്റ് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടിൽ നിന്നും നമുക്ക് പ്രൊപ്രൈറ്ററിന്റെ ഫണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ്? റേഷ്യോയും ഉണ്ട്, ഫിക്സ്ഡ് അസറ്റിന്റെ എമൗണ്ടും ഉണ്ട്. അത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? പ്രൊപ്രൈറ്ററിന്റെ ഫണ്ട് ഫൈൻഡ് ചെയ്യാം, ഇല്ലേ? സോ നമ്മൾ ഇനി അടുത്തത് അതാണ് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. 5th വൺ. ഓക്കെ, നമ്മൾ 5th വൺ ആണ്. അതായത് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്. ഓക്കെ, അപ്പം നമുക്ക് തന്നേക്കുന്ന ഇക്വേഷൻ ഏതാണ്? ഫിക്സ്ഡ് അസറ്റ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്. ഓക്കെ, ഫിക്സ്ഡ് അസറ്റ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്. ഓക്കെ, ഫോർമുല എന്താണ്? ഫിക്സ്ഡ് അസറ്റ് ഡിവൈഡഡ് ബൈ പ്രൊപ്രൈറ്റർ ഫണ്ട്. പ്രൊപ്രൈറ്റർ ഫണ്ട്. ഓക്കെ, അതെത്രയാണ് റേഷ്യോ കിട്ടിയേക്കുന്നത് നമുക്ക്? 0.75 ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് അസറ്റിന്റെ എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫിക്സ്ഡ് അസറ്റിന്റെ എമൗണ്ട് എത്രയാണ്? 5,25,000 ഡിവൈഡഡ് ബൈ നമ്മൾക്ക് പ്രൊപ്രൈറ്റേഴ്സിന്റെ ഫണ്ട് കണ്ടുപിടിക്കണം കേട്ടോ. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്. ഓക്കെ, സോ therefore proprietor fund is equal to proprietor's fund is equal to 0.75. Okay, 0.75 0.75
ഓക്കെ, ഇത് ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് വരും. സോ ഇത് ഡിവിഷൻ ആയിട്ട് മാറും. സോ 5,25,000 divided by 0.75. So 5,25,000 divided by 0.75 എന്ന് പറയുന്നത് rupees 7 lakh. Okay. Okay, 7 lakh. Okay. നെക്സ്റ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് കിട്ടി. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്തിനാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്, ഷെയർ ക്യാപിറ്റൽ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്, പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ഈസ് ഈക്വൽ ടു ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് അല്ലേ, റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇവിടെ നമുക്ക് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ഉണ്ട്, എത്രയാണ്, rupees 7 lakh ഈക്വൽ ടു ഷെയർ ക്യാപിറ്റൽ ഫൈൻഡ് ചെയ്യണം. ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട് 50,000. ഓക്കെ, therefore ഷെയർ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ഇവിടെ പ്ലസ് ആണ്, ഇത് ഈക്വൽ ടുവിൻ്റെ അപ്പുറേക്ക് പോകുമ്പോൾ എന്താവും, മൈനസ് ആയി മാറും. അപ്പം 7 lakh മൈനസ് 50,000. ഓക്കെ, സോ 6,50,000 നമുക്ക് ഷെയർ ക്യാപിറ്റലും കിട്ടി. ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് എന്താണ്, നമുക്ക് അത്യാവശ്യത്തിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് ഓരോ ഡീറ്റെയിൽസ് നമുക്ക് എടുത്തെഴുതാം. നമ്മൾ ജസ്റ്റ് റഫായിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് വരയ്ക്കുകയാണ് കേട്ടോ, റഫായിട്ട് ബാലൻസ് ഷീറ്റ് വരയ്ക്കുകയാണ്. ജസ്റ്റ് റഫായിട്ട് ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നു, ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഓരോരോ ഐറ്റംസ് എടുത്തെഴുതാം. ഓക്കെ, നമുക്ക് കിട്ടിയ ഓരോരോ ഐറ്റംസ് എടുത്തെഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് കറണ്ട് ലയബിലിറ്റീസ് 1 lakh എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, കറണ്ട് ലയബിലിറ്റീസ് 1 lakh ആയിട്ട് തന്നിട്ടുണ്ട്. സോ കറണ്ട് ലയബിലിറ്റിയിലുള്ള വേറൊരു ഐറ്റം കൂടി തന്നിട്ടുണ്ട് നമുക്ക്, എന്താണ്, ബിൽസ് പേയബിൾ. സോ നമുക്ക് ഒരു കാര്യം അവിടെ നിന്ന് മനസ്സിലാക്കാം, അതായത് കറണ്ട് ലയബിലിറ്റീസ് നിന്നും ബിൽസ് പേയബിൾ മൈനസ് ചെയ്താൽ എന്തായിരിക്കും, നമ്മൾ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് ഫൈൻഡ് ചെയ്യണം അല്ലേ. ക്രെഡിറ്റേഴ്സ് വെറുതെ അല്ല, നമുക്ക് ബിൽസ് പേയബിളിൻ്റെ എമൗണ്ട് വന്നേക്കുന്നത് ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ കറണ്ട് ലയബിലിറ്റിയിൽ നിന്നും ബിൽസ് പേയബിൾ മൈനസ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ക്രെഡിറ്റർ ആയിരിക്കും. സോ കറണ്ട് ലയബിലിറ്റി നമുക്ക് എത്രയാണ് കിട്ടിയത്, കറണ്ട് ലയബിലിറ്റീസ് ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട് 1 lakh ആണ് കറണ്ട് ലയബിലിറ്റി. ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് 40,000. ബാക്കിയുള്ള 60,000 എന്ന് പറയുന്നത് എന്താണ്, ക്രെഡിറ്ററിൻ്റെ എമൗണ്ട് ആണ്. സോ 60,000. അപ്പോൾ ആദ്യത്തെ കറണ്ട് ലയബിലിറ്റിയും നമ്മളെടുത്തു, ബിൽസ് പേയബിളും എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ എഴുതുക, ബിൽസ് പേയബിൾ 40,000, പിന്നെ ക്രെഡിറ്റേഴ്സ് 60,000, ടോട്ടൽ 1 lakh. ഓക്കെ, അപ്പോൾ നമ്മൾ അത് രണ്ടും എടുത്തു. പിന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസ്, അപ്പോൾ സെക്കൻഡ് ഐറ്റം എടുത്തു, റിസർവ്സ് ആൻഡ് സർപ്ലസ് എത്രയാണ്, 50,000. ഓക്കെ, 50,000. അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 ഐറ്റംസ് എടുത്തു. ഇനി നാലാമത്തെ ഐറ്റം ഡെപ്റ്റേഴ്സ് ഏത് സൈഡിലാണ് വരിക, അസറ്റ് സൈഡിലാണ് വരുന്നത്. ഡെപ്റ്റേഴ്സ് എത്രയാണ്, ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് 35,000 അല്ലേ. സോ ഇതെല്ലാം നമ്മൾ ഡെപ്റ്റേഴ്സ് ഒക്കെ എന്താണ്, കറണ്ട് അസറ്റ് ആണ്. സോ ഡെപ്റ്റേഴ്സ് 35,000. ഓക്കെ, പിന്നെ ഡെപ്റ്റേഴ്സ് 35,000. പിന്നെ കറണ്ട് അസറ്റ് വരുന്ന വേറെ ഐറ്റം എന്താണ്, സ്റ്റോക്ക് ഉണ്ട് അല്ലേ. സ്റ്റോക്ക് എന്താണ്,
കറണ്ട് അസറ്റാണ്. സ്റ്റോക്ക് നമ്മൾ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 60,000. ഓക്കെ. പിന്നെ കറണ്ട് അസറ്റിൽ വരുന്നത് എന്താണ്? ക്യാഷ് വരും അല്ലേ? നിങ്ങൾ നോക്കുന്ന സമയത്ത് നോക്കുക, കറണ്ട് അസറ്റ് നമുക്ക് എത്രയാണ് ടോട്ടൽ കിട്ടിയത്? കറണ്ട് അസറ്റ് എത്രയാണ് നമുക്ക് ടോട്ടൽ കിട്ടിയത്? 1,75,000 ആണ് കിട്ടിയത്. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കുക, നമുക്ക് 2 ഫിഗർ കിട്ടിയത് കൊണ്ട് എന്തായിട്ടില്ല, എന്ത് കിട്ടിയിട്ടില്ല? 1,75,000 ആവുന്നില്ല. ഇത് നോക്കുക, 35,000 പ്ലസ് 60,000 എത്രയാണ്? 95,000 ആയിട്ടുള്ളൂ. സോ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, എന്താണ് ബാക്കിയുള്ള പോർഷൻ? എന്താണ്? ക്യാഷ് ആണ്. ഓക്കെ. 95,000, 1,75,000 95,000 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള 80,000 എന്ന് പറയുന്നത് എന്താണ്? ക്യാഷ് ആണ് അല്ലേ? 80,000 ടോട്ടൽ 1,75,000. ഓക്കെ. ഇനി നമുക്ക് തന്നിരിക്കുന്നതിലേക്ക് നോക്കാം. കറണ്ട് റേഷ്യോ യൂസ് ചെയ്തിട്ട് നമ്മൾ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി എഴുതി കഴിഞ്ഞു. ആസിഡ് ടെസ്റ്റ് റേഷ്യോ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റോക്ക് ഫൈൻഡ് ചെയ്തു. ഇനി നമ്മൾ എന്താണ് ഫൈൻഡ് ചെയ്യാനുള്ളത്? ഫിക്സ്ഡ് അസറ്റ് ഉണ്ട് അല്ലേ? ഫിക്സ്ഡ് അസറ്റ് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഫിക്സ്ഡ് അസറ്റ് എത്രയാണ്? ഫിക്സ്ഡ് അസറ്റ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 5,25,000. 5,25,000 ആണ് എന്ത് നമുക്ക് കിട്ടിയ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത്. സോ ഇനി ബാക്കി നമ്മൾ ഫിക്സ്ഡ് അസറ്റ് കിട്ടി. ഇനി പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടാണ് വേണ്ടത്. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എല്ലാം കൂടി കൂട്ടി 7 lakh rupees വേണം. സോ നമ്മൾ ഷെയർ ക്യാപിറ്റലും റിസർവ്സും കൂടി കൂട്ടിയിട്ട് എന്ത് വേണം? പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് വേണം. സോ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ഓക്കെ. ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 6,50,000. ഓക്കെ. അതുപോലെ റിസർവ്സ് 50,000. സോ ടോട്ടൽ എത്രയാണ് നമുക്ക് കിട്ടിയത്? 7 lakh ആണ് നമുക്ക് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് കിട്ടിയത്. 7 lakh. കറണ്ട് ലയബിലിറ്റി കിട്ടിയത് 1 lakh. ഫിക്സ്ഡ് അസറ്റ് കിട്ടിയത് 5,25,000. കറണ്ട് അസറ്റ് കിട്ടിയത് 1,75,000. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ടോട്ടൽ ചെയ്യാം. ഓക്കെ. ടോട്ടൽ ചെയ്യാം. അതായത് 7 lakh പ്ലസ് 1 lakh 8 lakh അല്ലേ? ഇവിടെ 8 lakh ആണ് കിട്ടുക. ഇവിടെ നോക്കുന്ന സമയത്ത് 1 lakh പ്ലസ് 1,75,000 പ്ലസ് 5,25,000. ഓക്കെ. 5,25,000 പ്ലസ് 1,75,000 എത്രയേ കിട്ടുന്നുള്ളൂ? 7 lakh കിട്ടുന്നുള്ളൂ. സോ ദർ ഈസ് എ 1 lakh rupeesന്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. സോ നമ്മൾ ആ 1 lakh rupeesനെ എന്തായിട്ട് കൺസിഡർ ചെയ്യും? മിസലേനിയസ് എക്സ്പെൻഡിച്ചർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ. മിസലേനിയസ് എക്സ്പെൻഡിച്ചർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. മിസലേനിയസ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലി ചെയ്യുന്നു. ഓക്കെ.